സംസ്ഥാനത്തിൻ്റെ പേരുമാറ്റത്തെ സ്വാഗതം ചെയ്യുന്നവരിൽ ഒരാളാണ് ഞാൻ. കാരണം ഈ ദേശത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെ ആയിരുന്നു. പിന്നിലേക്ക് പോവുകയാണെങ്കിൽ കേരളപുത്രൻ എന്ന പരാമർശം നമുക്ക് അശോകൻ്റെ, അതായത് മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ ഗിർനാർ ശാസനത്തിൽ കാണാൻ പറ്റും. കാളിദാസൻ്റെ രഘുവംശത്തിൽ കേരളം എന്ന രാജ്യത്തെപ്പറ്റി, കേരളപുത്രനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് പാശ്ചാത്യരുടെ വരവിന് ശേഷമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ ഒരു ഭരണത്തിൻ്റെ നാടുകളിലാണ് കേരള എന്ന പ്രയോഗം സാധാരണയായി കണ്ടുവന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് പല നഗരങ്ങളുടെയും പേരുകളിൽ മാറ്റങ്ങൾ വേണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബോംബെ മുംബൈ ആയിട്ട് മാറി, മദ്രാസ് അതുപോലെ ചെന്നൈ ആയിട്ട് മാറി, കൽക്കട്ട ബംഗാളികൾ ഉച്ചരിക്കുന്നത് പോലെ കൊൽക്കത്തയായിട്ട് മാറി. അതുപോലെയുള്ളൊരു ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. പല സംഘടനകളും ഗവൺമെൻറ്റിനോട് നേരത്തെ ഈ പേരുമാറ്റം ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ നടപ്പിലാക്കിയതിന് അഭിനന്ദനം. ചേർന്ന അളമാണ് ചേരളം, അതായത് പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ദേശം. ഈ ചേരളം എന്നുള്ള വാക്കാണ് പിന്നീട് കേരളമായിട്ട് മാറുന്നത്. മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ. ചേരൻ്റെ അളം, ചേരളം, അത് പിന്നീട് കേരളമായിട്ട് മാറി. ഇപ്പം ചേർந்த അളമാണെങ്കിലും ചേരൻ്റെ അളമാണെങ്കിലും ഒരു കാര്യം തീർച്ചയാണ്, ചേരളം എന്നുള്ള വാക്കാണ് പിന്നീട് കേരളമായിട്ട് മാറുന്നത്. അത് ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ടാണ് ഈ ച എന്നുള്ള അക്ഷരം കായായിട്ട് മാറുന്നത്. അല്ലാതെ കേരളത്തിന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് പോലെ കേരവൃക്ഷവുമായിട്ട് ഒരു ബന്ധവുമില്ല. തെങ്ങ് കേരളത്തിലേക്ക് വരുന്നത് ഒരു 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ഒക്കെയാണ്. അതിനു മുമ്പ് തന്നെ ഈ ദേശത്തിന് കേരളം എന്നുള്ള പേര് ഉണ്ടായിരുന്നു. മലയാളികൾ ഉച്ചരിക്കുന്നത് പോലെ സംസ്ഥാനത്തിൻ്റെ പേര് അറിയപ്പെടണം എന്നുള്ള ഒരു നിശ്ചയമാണ് ഇപ്പോഴത്തെ പേരുമാറ്റത്തിൽ കാണുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ് ഇപ്പോൾ പറയാറുള്ളത്. അപ്പോൾ ഗസറ്റുകളിൽ അതുപോലെ സർക്കാർ ഉത്തരവുകളിൽ എല്ലാം ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള, അതിനി ഗവൺമെൻറ് ഓഫ് കേരളം എന്ന് ആവും. ഉത്തരേന്ത്യക്കാർ കേരളത്തെ പറ്റി പറയുമ്പോൾ ഈ കേരള എന്നുള്ള അതുമായിട്ട് സാമ്യമുള്ള കേരൾ എന്ന പേരാണ് അവർ ഉപയോഗിക്കുന്നത്. ഉടനെ തന്നെ അവർ കേരളം എന്നാക്കണമെന്ന് വിചാരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ മാറ്റം. Subscribe to One India and never miss an update.